Hello everyone, welcome to Masterminds Online Classes. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രൈമറി ഫങ്ഷൻസിൻ്റെ ബാക്കിയാണ് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് മണി. നമ്മൾ പറഞ്ഞിരുന്നു മണിയുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രൈമറി ഫങ്ഷൻസിൽ നിന്നും ഉത്ഭവിച്ച് വന്ന ഡിറൈവ് ചെയ്ത് വന്നതാണ് സെക്കൻഡറി ഫങ്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്കൻഡറി ഫങ്ഷനാണ് മണി ആസ് എ സ്റ്റോർ വാല്യൂ. എന്താ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പണത്തിന് എത്രമാത്രം സ്റ്റോർ വാല്യൂ ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ബാർട്ടർ സിസ്റ്റത്തിൽ നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിരിക്കും, അതായത് തക്കാളിയോ ടൊമാറ്റോയോ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരറ്റോ ഒനിയനോ വീറ്റോ ഗോതമ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ, ഒരുപാട് കാലത്തേക്ക് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ്, ഇത് പെരിഷബിൾ ആണ്, നശിച്ചു പോകും, അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കും അല്ലേ. ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ പണത്തിന് എന്തുണ്ട്, സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ട്. അപ്പോൾ പണം എന്ന് പറയുന്നതിന് എന്തായിരിക്കും, എപ്പോഴും എന്തുണ്ടായിരിക്കണം, സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ടായിരിക്കണം. നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കണം. എന്നാലല്ലേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ ക്യാഷ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണോ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരുന്നത്, നമ്മുടെ എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ക്യാഷ് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സാധനം പോസിബിൾ ആയിരുന്നോ? അല്ല അല്ലേ. കാരണം എന്താ, സാധനങ്ങളും സേവനങ്ങളൊക്കെ പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് കേടുവരും. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ഓപ്ഷനൊന്നും ബാർട്ടർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷനിലെ ഒന്നാമത്തെയാണെന്ത്, മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് എന്ത്, മണി, പണം അല്ലേ. നോക്കാം. The fact that commodities like wheat, salt or even animals like horses, cows depreciate over time and lose their worth as money is a significant drawback. നമ്മളിപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൽ പറയുന്ന പോലെ ഒരു വീറ്റോ അല്ലെങ്കിൽ സോൾട്ടോ അല്ലെങ്കിൽ ആനിമൽസ് ആയിട്ടുള്ള ഹോഴ്സ്, കൗ, ഇതിനൊക്കെ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് പകരം കിട്ടുക അല്ലേ, സാധനങ്ങൾക്ക് പകരം സാധനം കിട്ടുക. അപ്പോൾ ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ദേ ഡിപ്രീഷിയേറ്റ് ഓവർ ടൈം. എന്ത് സംഭവിക്കും, ഇവയ്ക്കൊക്കെ പെട്ടെന്ന് ഇവ കേടായി പോവും. അല്ലെങ്കിൽ പക്ഷിമൃഗാദികളൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവ ചത്തുപോകും അല്ലേ, മരിച്ചു പോകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദേ ലൂസ് ദെയർ വർത്ത്. കാലം കഴിയുന്തോറും അതിൻ്റെ വേർത്ത്, അതായത് വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലേ. അപ്പം ഗോതമ്പൊക്കെ നമ്മൾ കുറച്ച് കാലം സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും, അത് കേടായി പോകും. അല്ലെങ്കിൽ അതിനെന്ത് സംഭവിക്കും, അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും, അതിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. മാത്രമല്ല as a result they completely inadequate as a means of wealth storage. അതുകൊണ്ട് തന്നെ ഇവയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു വെൽത്ത് സ്റ്റോറേജ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സമ്പത്താണ് എന്ന് നമുക്ക് ഇവയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൺസിഡർ ദ കേസ് ഓഫ് എ ഫാർമർ. നമ്മൾ ഇതിനൊരു ബാർട്ടർ സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ പറയണം. നമ്മൾ ഓരോ ഫങ്ഷൻസ് ഓഫ് മണി പറയുമ്പോഴും നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഓരോ എക്സാമ്പിളും പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം എന്താ അറിയോ, നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മണി വന്നതുകൊണ്ട് എത്രത്തോളം മാറ്റമുണ്ട്, എത്രത്തോളം പ്രാധാന്യം മണിക്കുണ്ട്, നമ്മുടെ ഏതൊക്കെ പരിമിതികൾ മറികടക്കാൻ നമ്മളെ മണി സഹായിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിലെ ഓരോ എക്സാമ്പിളും പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയണം. മണിയെ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എന്നാൽ ബാർട്ടർ സിസ്റ്റത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കൺസിഡർ ദ കേസ് ഓഫ് എ ഫാർമർ. ഇൻ ഓർഡർ ടു ഗെറ്റ് എ സെൻസ് ഓഫ് ഡിഫിക്കൽറ്റി അസോസിയേറ്റഡ് വിത്ത് സേവിങ്സ് ഇൻ ബാർട്ടർ സിസ്റ്റം. നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിലെ പോരായ്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫാർമറിൻ്റെ കേസ് നമ്മളിവിടെ എടുക്കുകയാണ്. ഓക്കെ, നോക്കൂ. Each week he wished to set aside some wheat for later use. നമ്മൾ ഒരു കർഷകൻ എടുക്കുകയാണ്. ഈ കർഷകൻ ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഓരോ വീക്കിലും ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യും, കുറച്ച് ഗോതമ്പ് എന്ത് ചെയ്യും, മാറ്റി വയ്ക്കും, സേവ് ചെയ്യാണ്, സമ്പാദ്യം സൂക്ഷിച്ചു വയ്ക്കും. But since the saving would have run out, the farmer would be unable to utilize this in his old age. എന്നാൽ
ഈ വീറ്റൊക്കെ എളുപ്പം നശിച്ചു പോകുന്നതായതുകൊണ്ട് അല്ലെങ്കിൽ എളുപ്പം കേട് വന്ന് പോകുന്നതായതുകൊണ്ട് ഫാർമർക്ക് ഇത് തൻ്റെ ഓൾഡ് ഏജിൽ, അതായത് വയസ്സാവുന്ന സമയത്ത് ഈ സൂക്ഷിച്ചു വെച്ച ഗോതമ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലേ? അപ്പോഴേക്കൊക്കെ അത് ഒരു 10-20 കൊല്ലം ആകുമ്പോഴേക്ക് ഗോതമ്പൊന്നും ഉണ്ടാവില്ല അല്ലേ? അത്രയും തേയ്മാനം സംഭവിച്ച് അത് ഇല്ലാതായി പോയിട്ടുണ്ടാവും. അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ, സമ്പാദ്യമാക്കി മാറ്റി വെക്കാൻ എന്ത് സാധിക്കില്ല? സാധനങ്ങളും സേവനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്കൊരു വകുപ്പില്ല. അപ്പോൾ ഇവിടെയാണ് മണിയുടെ ഒരു പ്രത്യേകത അല്ലേ? നമുക്ക് ഇന്നത്തെ കാലത്ത് മണി ഉള്ളത് കൊണ്ട് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള എത്രയും പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂക്ഷിച്ച് വെക്കാൻ പറ്റും, സേവിങ്സ് ഒക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളെ വയസ്സാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് തന്നെ ആവണമെന്നില്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്ന് ആ പൈസ എടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചൂടെ? അപ്പോൾ അതാണ് പണത്തിൻ്റെ പ്രാധാന്യം. മണി ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെഷർ ഫോർ സ്റ്റോറേജ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മാർഗമായിട്ട്, ഒരു മെത്തേഡായിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റും, മണിയെ യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, such issues can be solved and people are able to preserve for the future use by using money. പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. People can save their extra money using money like coins, notes, bank deposit. അപ്പോൾ കോയിൻസ് ആയിട്ടോ നോട്ടായിട്ടോ ഇനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കയ്യിലുള്ള എക്സ്ട്രാ മണി അല്ലേ, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത എക്സ്ട്രാ മണി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നു. ആസ് എ റിസൾട്ട് മണി സെർവ് ആസ് എ സ്റ്റോറേജ് ഓഫ് പർച്ചേസിങ് പവർ. അതുകൊണ്ട് തന്നെ പണം എന്താണ്, ഒരു പർച്ചേസിങ് പവർ, നമുക്ക് സാധനങ്ങൾ സേവനങ്ങളൊക്കെ വാങ്ങാനുള്ള ശേഷി ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റുന്നു. ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് ഫോർ എ വൈൽ ആൻഡ് യൂട്ടിലൈസ്ഡ് ടു ഫണ്ട് അപ്കമിങ് പേയ്മെൻറ്റ്സ്. അതായത് അപ്കമിങ് ആയിട്ടുള്ള, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന പേയ്മെൻറ്റിന്, അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമൊന്നുമില്ല, ഭാവിയിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, ഭാവിയിൽ വരുന്ന നമുക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നു. Additionally, people who save money have assurance that their savings will be available when they want to use them in future. മാത്രമല്ല, നമുക്ക് സേവ് ചെയ്ത് വെക്കാം എന്നത് മാത്രമല്ല, അതൊരു ഉറപ്പും കൂടിയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വീറ്റൊക്കെ ആണെങ്കിൽ എന്താണ്, കാലം കഴിയുന്തോറും ഡിപ്രീഷിയേറ്റ് ചെയ്യും, തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ ഇല്ലാതാവും. എന്നാൽ പണം ആയതുകൊണ്ട് തന്നെ അത് എത്ര കാലവും നിലനിൽക്കും എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട് അല്ലേ? നമുക്കിനിപ്പോൾ ഒരു 10 വർഷം ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിലും അത് കേടുപാടൊന്നും പറ്റൂല അല്ലേ? അത് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡറി ഫങ്ഷൻ. ഓക്കെ, രണ്ടാമത്തെയാണ് മണി ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. എന്താ ഡിഫേർഡ് പേയ്മെൻറ്റ്സ്? ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ വൈകി വരുന്ന പേയ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ EMIക്കൊക്കെ നമ്മൾ സാധനങ്ങൾ, മൊബൈൽ ഫോൺസ്, അതേപോലെ ബൈക്കൊക്കെ നമ്മൾ EMIക്ക് എടുക്കുക എന്ന് പറയില്ലേ? എന്താ EMI എന്ന് പറഞ്ഞാൽ, ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ പൈസയുടെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇങ്ങനെ കൊടുത്ത് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിലോ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ആ സാധനത്തിൻ്റെ മുഴുവൻ പൈസയും അടയ്ക്കും. ഇത് എപ്പോഴാണ് സാധ്യമാവുക? മണി ഉള്ളത് കൊണ്ടാണ് സാധ്യമാവുക. ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഇത് പോസിബിൾ ആണോ? നമുക്കത് നോക്കാം അല്ലേ? In this case, money is once more employed as a medium of exchange, but the payment is spread over time. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസയെ നമുക്ക് ഓവർ ദ ടൈം ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതായത് മുഴുവൻ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ പൈസയും ഞങ്ങൾ ഇപ്പോൾ തരില്ല, പകരം എന്ത് ചെയ്യും, ഓരോ മാസവും കുറച്ച് അങ്ങനെ അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, EMI ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും അല്ലേ? മണിയെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ്സും സർവീസസ് ഒക്കെ വാങ്ങാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, മണി ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. എന്താ ഡിഫേർഡ് പേയ്മെൻറ്റ്സ് പറഞ്ഞാൽ, അതായത് കുറച്ച് കാലം ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ച് വൈകിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധനം വാങ്ങിയിട്ട് നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ആസ് എ റിസൾട്ട് വെൻ തിങ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ്, നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ അടവിന് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, EMIക്ക് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയും. ദ ബയർ റിസീവ്സ് ദം ആഫ്റ്റർ മേക്കിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിമൈനിങ് ബാലൻസ് ഓവർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു സാധനമൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം
അതിന് മുഴുവൻ തുകയും നമ്മുടെ കയ്യിൽ ഒരുമിച്ച് അടയ്ക്കാനില്ലെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് തുക അടയ്ക്കുന്നു, ആദ്യം കുറച്ച് പൈസ അടയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, ബാക്കി കുറച്ച് കഴിയും തോറും ഓരോ ഫിക്സ്ഡ് ഇൻ്റർവെൽ, ഓരോ മാസം അല്ലെങ്കിൽ ഒരാഴ്ച എത്ര അല്ലെങ്കിൽ ഓരോ ദിവസം എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തരാം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMI-യിലൂടെ നമുക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസൊക്കെ നമുക്കിപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു പണം ഉള്ളത് കൊണ്ട്, അല്ലേ? ഇത് പ്രോബ്ലംസ് കുഡ് അറൈസ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ അണ്ടർ ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണത്? കൺസിഡർ എ ഫിഷർമാൻ. നമ്മളിവിടെ ഒരു ഉദാഹരണം പറയണേ. ഒരു ഫിഷർമാൻ ആണ്, ഒരു മീൻ കച്ചവടക്കാരനാണ്. who decides to purchase a washing machine and agree to pay for it within a specified quantity of fish caught each week for specific number of weeks. ഒരു മീൻ കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിന് എന്ത് വേണം, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം എന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വാഷിംഗ് മെഷീൻ, ബാർട്ടർ സിസ്റ്റമാണ്, വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ഇത്ര കിലോ മീൻ തരാം ഇതിന് പകരമായിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വാഷിംഗ് മെഷീൻ വാങ്ങി. എന്ത് സംഭവിക്കും? The washing machine seller may have more than enough fish after a few weeks. കുറച്ച് ആഴ്ച കഴിയുമ്പോൾ ഇയാളുടെ വീട്ടിലെന്താ, വാഷിംഗ് മെഷീൻ കൊടുത്ത ആളെ വീട്ടിലെന്തായിരിക്കും അവസ്ഥ? ഒരുപാട് മീൻ ഉണ്ടാവില്ലേ, അയാൾക്ക് വേണ്ടതിനേക്കാൾ മീൻ ഉണ്ടാവും. കാരണം ഓരോ ആഴ്ച ഇയാൾ കിലോ കണക്കിന് ഇങ്ങനെ കൊണ്ടുവരികയാണ് വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് പകരം. അപ്പോൾ എന്ത് സംഭവിക്കും? ബട്ട് in the upcoming week the person will need to obtain additional fish. പക്ഷേ എന്താണ്, ഈ വാഷിംഗ് മെഷീനുള്ള തുക ആവുന്നത് വരെ, ഈ വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് ആവുന്നത് വരെ ഇയാൾക്ക് എന്ത് കിട്ടണം? ഈ ഫിഷ് ഇങ്ങനെ കൊടുന്നു കൊടുക്കൂലേ ഫിഷർമാൻ. പക്ഷെ ഇയാൾക്ക് എന്താണ്, കുറച്ച് കിട്ടിയപ്പോൾ തന്നെ ഈ ഫിഷ് മതി, ഇനി ഫിഷ് വേണ്ടാന്നായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇഫ് ദ മണി ഹാഡ് ബീൻ എക്സ്ചേഞ്ച്ഡ് ദ സെല്ലർ മേ യൂസ് ഇറ്റ് to purchase fish or whatever else the person desired either now or in the future. അതായത് ഇതിപ്പോൾ ഫിഷ് ആയതുകൊണ്ട് എന്താണ്, അയാൾക്ക് മതി, ഇനി അയാൾക്ക് ഫിഷ് വേണ്ട. കാരണം ഓരോ ആഴ്ചയും കിലോ കണക്കിന് ഫിഷ് കൊടുത്തിട്ട് വീട്ടിൽ ഫിഷ് നിറഞ്ഞിട്ടുണ്ട് ആരുടെ, വാഷിംഗ് മെഷീൻ കൊടുത്ത ആളുടെ. പക്ഷേ അയാൾക്ക്, ഫിഷർമാന് വേറെ വഴിയില്ല. കാരണം അയാൾക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ പ്രൈസിന് ഈക്വലായിട്ടുള്ള അത്രയും ഫിഷ് കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ മണി ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ് അല്ലേ. അയാൾക്ക് എന്താ, ഫിഷർമാൻ എന്താ, വാഷിംഗ് മെഷീൻ വിൽക്കുന്ന ആളുടെ കടയിൽ പോകുന്നു, എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, വാഷിംഗ് മെഷീൻ വാങ്ങുന്നു. ഈ വാഷിംഗ് മെഷീൻ കൊടുത്ത ആൾക്ക് എന്താ, പൈസ കിട്ടി. ആ പൈസ വെച്ചിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള ഫിഷോ, ഇനി ഫിഷ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ മീറ്റോ വെജിറ്റബിൾസോ എല്ലാം വാങ്ങാം അല്ലേ. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് എന്താ, പൈസ കിട്ടുമ്പോൾ അതാണ് നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്, ചോയ്സ്, നമുക്ക് ഒരുപാട് ചോയ്സ് കൂടുന്നു. നേരത്തെ പോലെ ഫിഷ് തന്നെ ഒന്നും കഴിക്കണം എന്നില്ല, അയാൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ അയാൾക്ക് വാങ്ങാം. വാഷിംഗ് മെഷീൻ കൊടുത്താക്ക് വാങ്ങാം. ഫിഷർമാനും സന്തോഷം, വാഷിംഗ് മെഷീൻ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെൻറ്റ്. അതായത് വൈകി വരുന്ന പേയ്മെൻറ്റ്സ്, കുറച്ച് വൈകിട്ടാണെങ്കിലും പേയ്മെൻറ്റ് നൽകുന്നതിന് എന്ത് സഹായിക്കുന്നു, മണി സഹായിക്കുന്നു. മണി വർക്ക്സ് ആസ് എ മീഡിയം അല്ലെങ്കിൽ ഹെൽപ്സ് ഫോർ ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. ഡിഫേർഡ് പേയ്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടി മണി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. In contemporary economy, credit is used as in majority of transactions. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു EMI ഒന്നും ഇപ്പോൾ ഒരു പുതിയ സംഭവമല്ലേ. ക്രെഡിറ്റ്, കടം വാങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ട്രാൻസാക്ഷൻസിലും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് തരാം അല്ലെങ്കിൽ ഒരു നിശ്ചിത വീക്കിനുള്ളിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം വാങ്ങും, അല്ലെങ്കിൽ EMI-യിലൂടെ വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. The use of money enables society's stakeholders to postpone spending to some future date. മാത്രമല്ല മണി ഉണ്ടെങ്കിൽ പൈസ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്യൂച്ചർ ഡേറ്റ് നമുക്ക് സാധനങ്ങൾ വാങ്ങാം അല്ലേ. ഇപ്പോൾ ഈ പൈസ നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഒരു AC വാങ്ങണം, ഇപ്പം എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഒന്ന് കുറച്ച് വേനലാവട്ടെ, അപ്പോൾ അടുത്ത വേനലിൽ നമുക്ക് വാങ്ങാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഹെൽപ്ഫുള്ളാണ്, മണി ഹെൽപ്ഫുള്ളാണ്. Okay. A borrower who takes out a loan of a specific amount today agrees to pay back it later. നമ്മളൊരു ലോൺ എടുത്താൽ നമ്മൾ തന്നെയല്ല അവസ്ഥ. നമ്മൾ എന്ത് ചെയ്യും, ലോൺ വാങ്ങുന്നു, എന്താണ് നമ്മൾ അഗ്രി ചെയ്യുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനുള്ള പൈസ, ഈ ലോൺ എടുത്ത പൈസ ഞങ്ങൾ തിരിച്ചടയ്ക്കാം എന്ന് പറയുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്, മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ കറൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലേ. മണി ഇല്ലെങ്കിൽ നമ്മൾ ഫിഷർമാനെ പോലെ എന്ത് ചെയ്യേണ്ടി വരും, ഫിഷ് ഓരോ ആഴ്ച ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു പകരം ആ വാങ്ങിയ സാധനത്തിന് പകരം എന്തെങ്കിലും നമ്മളിങ്ങനെ ഒന്നും കൊണ്ടു കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ. Money reduces the risk associated with borrowing and lending by acting as a common unit of time-based payments. അതുകൊണ്ട് തന്നെ പണം എന്ത് കുറയ്ക്കുന്നു, റിസ്ക്. ഒരു സാധനം നമ്മൾ വാങ്ങുകയോ അല്ലെങ്കിൽ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള റിസ്ക് പണം കുറയ്ക്കുന്നു.
As a result, it aids in boosting all forms of economic activities that rely on the credit or borrowed fund. അതുകൊണ്ട് തന്നെ നമ്മൾ കടം വാങ്ങുന്ന ഫണ്ടിന് മുകളിലോ അല്ലെങ്കിൽ വായ്പ വാങ്ങുമ്പോഴൊക്കെ ഉള്ള എല്ലാ തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്കോണമിയിൽ എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് ഏത് തരത്തിലുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലും പണം ഉള്ളത് കൊണ്ട് അത് വളരെ ഈസിയാണ് അല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ആ പണം അടച്ചാൽ, നമ്മൾ ലോൺ വാങ്ങിയാൽ പണം തിരിച്ചടച്ചാൽ ആ ആക്ടിവിറ്റി ക്ലോസ് ആയി, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്ലോസ് ആയി. നേരത്തെ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ആയിരുന്നില്ല അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മണി എന്താണ്, സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സി മണി ആസ് എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെ മൂല്യം കൈമാറ്റം ചെയ്യുന്നതിന് പണം സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ എനിക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തൂടെ. ഇപ്പോൾ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി എളുപ്പമല്ലേ, എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താ, നമ്മുടെ കയ്യിലുള്ള പണമോ അസറ്റോ, പണം ആയിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് വേറൊരാൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വേറൊരാൾക്ക് കൈമാറാൻ എളുപ്പത്തിൽ പറ്റും. എന്തുള്ളത് കൊണ്ട്, മണി ഉള്ളത് കൊണ്ട് എന്നാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. മണി കണ്ടിന്യൂസ് ടു മൂവ് വാല്യൂസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആൻഡ് ഫ്രം വൺ പ്ലേസ് to another because it is commonly accepted form of payment അല്ലേ, and store of wealth. അതായത് നമ്മൾ ഏത് സ്ഥലത്തായാലും ഏത് രാജ്യത്തായാലും മണി എന്താണ്, കോമൺലി അക്സെപ്റ്റഡ് ആണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ, എല്ലാവരും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്കോ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കൊക്കെ സാധനങ്ങളുടെ സേവനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൈമാറാൻ പറ്റും, ഈസി ആയിട്ട് കൈമാറാൻ സാധിക്കുന്നു. കാരണം എന്താ, എല്ലായിടത്തും പണം അക്സെപ്റ്റബിൾ ആണ്, എല്ലായിടത്തും പണം സ്വീകരിക്കും അല്ലേ. നോക്കൂ, എനിബഡി ഹാസ് മണി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ്സ് ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ടു അനദർ ഇൻഡിവിജ്വൽ. ഒരാളുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റോ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഒരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൈമാറാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്, പണം ഉള്ളത് കൊണ്ട്. ദേ ഓൾസോ സെൽ അസറ്റ്സ് ഇൻ ഡൽഹി ആൻഡ് ബൈ ന്യൂ ഓൺ മൈസൂർ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്ക് ഡൽഹിയിൽ കുറച്ച് അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹൗസ് ഉണ്ട് വിചാരിക്കുക. നമുക്കത് അവിടെ വിറ്റഴിച്ചിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്ഥലം, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, മൈസൂരാണ്, മൈസൂർ പോയിട്ട് നമുക്ക് വേറൊരു ഫ്ലാറ്റ് എടുത്തൂടെ. ഇവിടെ ഒരു ഫ്ലാറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് വിറ്റിട്ട് പൈസ വാങ്ങിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് ഫ്ലാറ്റ് എടുക്കാം. എന്തുകൊണ്ട്, നമുക്ക് ആ പൈസ ഇങ്ങോട്ട് മറിക്കാം അല്ലേ, ഈസിയാണ്, പണമാണ്, എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും അല്ലേ. മണി thus makes the transfer value between people and places easier. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലും സ്ഥലങ്ങൾക്കിടയിലും ഒക്കെ, ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലമാണല്ലേ, ഡൽഹി മൈസൂർ, അങ്ങനെ സ്ഥലങ്ങൾക്കിടയിലായാലും ആളുകൾക്കിടയിലായാലും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ, കൈമാറാൻ പണം വളരെ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് മണിയാണ്. ഇനി നമുക്ക് കണ്ടിജന്റ് ഫങ്ഷൻസും അതർ ഫങ്ഷൻസും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.